ഹലോ നമസ്കാരം, ഏവർക്കും ശുഭദിനം ആശംസിക്കുന്നു. നമ്മൾ മൂകാംബികയിൽ നിന്ന് തിരിച്ച് നമ്മുടെ നാട്ടിലേക്ക് യാത്ര തിരിച്ചു കേട്ടോ. രാവിലെ 6 മണിക്ക് മൂകാംബികയിൽ നിന്ന് വിട്ടിട്ടുണ്ടായിരുന്നു. ഓട്ടോയിലാണ്, ഒരു ഓട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നു തലേന്ന് രാത്രി തന്നെ. 600 രൂപയാണ് ഓട്ടോ ചാർജ് അവർ ചോദിച്ചാൽ കൊല്ലൂർ മൂകാംബികയിൽ നിന്ന് റെയിൽവേ സ്റ്റേഷൻ വരെ പോകുന്നതിന് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു ഓട്ടോയിൽ കയറിയിട്ടാണ് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയത്. ഗരീബ് രഥം എന്ന് പറഞ്ഞിട്ടുള്ള ട്രെയിനിലായിരുന്നു വന്നത്. അത് ഫുൾ AC കമ്പാർട്ട്മെൻറ്റാണ്. വളരെ ചാർജ് കുറവാണ് കേട്ടോ ആ ട്രെയിനിന്. നമ്മൾ അവിടെ ഭയങ്കര മഴയായിരുന്നു. മഴയെന്ന് പറഞ്ഞാൽ സഹിക്കാൻ വയ്യാത്ത മഴയായിരുന്നു. ഏകദേശം കണ്ണൂർ വരെയും മഴയുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും നമ്മൾ ട്രെയിനിൽ നല്ല എന്താ പറയുക, കമ്പാർട്ട്മെൻറ്റൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല എന്താ പറയുക, യാത്ര ചെയ്യാനായിട്ട് നല്ല സുഖമായിരുന്നു കേട്ടോ. നല്ലൊരു സന്തോഷമൊക്കെ ഉണ്ടായിരുന്നു. നല്ലതായിട്ട് കിടന്നു. ഭയങ്കര തണുപ്പായിരുന്നു, സഹിക്കാൻ വയ്യാത്ത തണുപ്പായിരുന്നു AC-ക്ക്. എങ്കിലും നല്ല എന്താ പറയുക, ഒത്തിരി ട്രെയിനിൽ AC-ലൊക്കെ സഞ്ചരിച്ചിട്ടുണ്ടെങ്കിലും ഈ ട്രെയിനിൽ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു എല്ലാ സംഭവങ്ങളും. അത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഗരീബ് രഥം എന്ന് പറഞ്ഞിട്ടുള്ള ഈ ട്രെയിനിൽ യാത്ര ചെയ്യുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ. ഞാനൊരു 3-4 മാസം മുമ്പ് ബുക്ക് ചെയ്തിട്ടിരുന്നതാണ് ഇതിനകത്ത് ടിക്കറ്റ്. അപ്പോൾ നമ്മൾ ഏകദേശം കായംകുളം എത്താറായപ്പോൾ നമ്മൾ നാടൊക്കെ എത്താറായപ്പോഴത്തേക്കൊരു സന്തോഷം. അങ്ങനെ എണീറ്റിരുന്ന് കുറച്ച് നേരം വീഡിയോ ഒക്കെ പിടിച്ചതാണ് കേട്ടോ ഇത്. നമ്മുടെ നാട്ടിൽ വന്നപ്പോഴും ഏകദേശം കൊല്ലം എത്താറായപ്പോഴും കുറേശ്ശെ മഴയുണ്ടായിരുന്നു. മഴ ഇങ്ങനെ ചാറി നിൽക്കുന്നുണ്ടായിരുന്നു. നമ്മൾ ഇങ്ങോട്ട് പോകുന്നത് ബസ്സിനാണ് വന്നത്. കാരണം വണ്ടി കൊണ്ടുവന്ന് റെയിൽവേ സ്റ്റേഷനിൽ 2 ദിവസമൊന്നും ഇടണ്ടല്ലോ. അവിടെ വണ്ടി കിടന്ന് പൊടിയടിക്കും. പിന്നെ ആകെ ഇതാണ്, ആൾക്കാർ തട്ടിച്ചും മുട്ടിച്ചും പൊറിച്ചും ഒക്കെ കൊണ്ടുപോകും. ഞാൻ റെയിൽവേ സ്റ്റേഷനിലാണ് സ്ഥിരമായിട്ട് വണ്ടി ഇട്ടിട്ട് വരാറ്.